അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണെന്ന്. മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പാലുകാച്ചലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് 11-നാണ്. അപ്പോൾ ഞാനിത് എടുക്കുന്നത് 9-നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ വാൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചേച്ചി ഇതാ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പേഴ്ഷ്യയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്, നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഡൈനിങ് ഏരിയയുടെ സൈഡിൽ ഹാങ് ചെയ്തിട്ടാണ് കരുതുന്നത്. വാളിലാണ് കേട്ടോ, വാളിൽ ഹാങ് ചെയ്തിട്ടാണ് കരുതുന്നത്. അമ്മേനെ നോക്കിയാ, അമ്മയുടെ ഇന്നലെ നോക്കിയാ. അപ്പോൾ ഇത് പേഴ്ഷ്യ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളും അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിൽ ഇതാ ഈ ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പിന്നെ അതുപോലെ തന്നെ ഗ്രാസും വെച്ച് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെയറിൻ്റെ ഒക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹാൻഡിലിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെയായിട്ട് അവർ അതിനെ കണക്കായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് 2 സൈഡിലായിട്ട് ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്കാണ് അവർ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ വർക്കൊക്കെ തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് ഉണ്ടായിരുന്നത് വർക്കൊക്കെ കഴിയില്ലേ എന്നുള്ളത്. എന്തായാലും ഹൗസ് വാമിങ് ആകുമ്പോഴേക്കും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയും ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഉറക്കമൊഴിച്ചിട്ട് കൃത്യമായിട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടി വി വെച്ചിരിക്കുന്നത് ഈ സൈഡിലായിട്ടാണ്. അപ്പോൾ ടി വിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് സ്റ്റോണൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെയിൻറ്റിൻ്റെ വർക്കും പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ വർക്കൊക്കെ ആയിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ വെച്ചില്ലേ അല്ല, അത് സിൽവർ കളർ കുറച്ച് താഴ്ത്തിയിട്ടും ഗോൾഡൻ കളർ കുറച്ച് മേലെയായിട്ട്. ആ അയ്യോ ഒട്ടിക്കല, സിൽവറും ഗോൾഡും അതിലോട്ട് മാറ്റാ. അതെ അല്ലേ, ആ ഒട്ടിച്ചോ. അത് കുറച്ച് കയറിയിട്ടേ ഉള്ളൂ നല്ലോണം. ആ എങ്ങനെയാന്ന്
അപ്പോൾ രാത്രി ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോ സൈഡിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ. പിന്നെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പേശിയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നതാണെങ്കിൽ എനിക്കൊന്നും ഉറക്കുണ്ടാവില്ല കേട്ടോ. ഇനി പിന്നെ അതൊക്കെ റെഡി ആയാൽ മാത്രമേ ഉറക്കം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് കിച്ചണൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി എല്ലാം പൊടിയൊക്കെ ഒന്ന് തുടക്കലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പൊടിയൊക്കെ നന്നായിട്ട് തുടക്കലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേച്ചി കുവൈറ്റിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറച്ച് ഒരു 6 പീസാണ് ഇതിൽ വരുന്നത് കേട്ടോ. കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് 2 സൈഡിലായിട്ട് സ്റ്റീലും സെൻട്രലായിട്ട് ഗ്ലാസ്സാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാൻഡും ഉണ്ട്, സെറ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡും ഉണ്ട്. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ കുറച്ച് ഫ്ലവറും വെക്കുന്നുണ്ട് ഓരോ സൈഡിലായിട്ട്. ഇതും കുവൈറ്റിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പേർഷ്യോ. അപ്പോൾ ഞങ്ങളിതൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അവരെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാലേ അവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല പൊടിയൊക്കെ കയറുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഹാൻഡിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ഇത് മൊത്തം അടിച്ച് വാരിയിടുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ഇന്ന് ചെയ്തിട്ട് ബാക്കി ഉള്ളതൊക്കെ നാളെ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വർക്കൊക്കെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം തന്നെ 2 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ബാക്കി വെക്കുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർഷ്യയിലേക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇന്നും കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.